ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ ചെക്കന്മാരൊക്കെ കൂടിയിട്ട് ഒരു 2 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് വയനാട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വയനാട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് മുണ്ടക്കൈ ചൂരൽമല അപകടം നടന്ന സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും നമ്മുടെ ഗവൺമെൻറ്റും പോലീസും ഓപ്പൺ ആക്കിയിട്ടുണ്ട്, എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമായിട്ടോ ഈ സ്ഥലം കണ്ടപ്പോൾ. അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ഹൃദയഭൂമി, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് ഈ ഒരുപാട് ആൾക്കാരെ മറവ് ചെയ്യപ്പെട്ടുള്ളത് കേട്ടോ. ഹിന്ദുവോ ക്രിസ്ത്യാനോ മുസ്ലിമോ ഒന്നും നോക്കാതെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് മറവ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഒരു കുടുംബത്തിലെ 3 കുട്ടികളുടെ കബറാണ് ഈ കാണുന്നത് കേട്ടോ. അത് കണ്ടിട്ട് ശരിക്കും സങ്കടം തോന്നി. അങ്ങനെ മുണ്ടക്കൈക്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇപ്രാവശ്യം നമ്മൾ റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. സീഗോട്ട് ബാണസുര റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഡാമിൻ്റെ വ്യൂവിൽ നല്ല അടിപൊളി റിസോർട്ട് നമുക്ക് കിട്ടും. ആദ്യം തന്നെ ഞങ്ങൾ വന്നത് പൂളിലേക്കാണ്. പൂളിൻ്റെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. ആദ്യം തന്നെ നമുക്കിവിടെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ട് നല്ലൊരു അടിപൊളി മുന്തിരി ജ്യൂസാണ് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ റിസോർട്ട് വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള റിസോർട്ട് കേട്ടോ. കൂടെ അതിൻ്റെ ബാണസുര ഡാമിൻ്റെ വ്യൂ കൂടി ആയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോയി. ഇത് 2 ബെഡ്റൂം വില്ലയാണ് കേട്ടോ. റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. ഡാമിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഒരുപാട് കാലമായി ഡാമിൻ്റെ വ്യൂ കിട്ടുന്ന റിസോർട്ട് തപ്പി നടക്കുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു അടിപൊളി റിസോർട്ടാണ് സീഗോട്ട് ബാണസുര. അങ്ങനെ റൂമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ആദ്യം നേരെ പോയത് റൂമിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുള്ള അടിപൊളി റൂം കേട്ടോ. നമുക്കൊരു കിട്ടിയതൊരു വില്ലായിരുന്നു കേട്ടോ. ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ റൂമിൽ നിന്നുള്ള ഈ വ്യൂ ഉണ്ടല്ലോ, രാവിലെ നല്ല തണുപ്പത്ത് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. പിന്നുള്ളതാണ് ഇതിൻ്റെ വ്യൂ. സത്യം പറയാമല്ലോ, ഈ റിസോർട്ടും അതുപോലെ ഈ പൂളിൻ്റെ വ്യൂ ഇവിടുന്നൊക്കെ ഫോട്ടോ എടുത്താണ്ടല്ലോ അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് കുളിക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ DJ പാർട്ടി കണ്ടു. ഇവിടെ DJ പാർട്ടി ഒക്കെ ഉണ്ട്. നല്ല തണുപ്പത്ത് ഇങ്ങനെ ഈ വൈബാക്കിയിട്ട് നല്ല അടിപൊളി DJ പരിപാടിക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ DJ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെസ്സ്, ലുഡോ, അതുപോലെ തന്നെ കുറേ ക്യാരംസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നീച്ച് ഞാൻ ആദ്യം ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി, എന്നിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 9 മണിയപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് കേട്ടോ. റെസ്റ്റോറൻറ്റ് പോയപ്പോഴല്ലേ മെനു ഒക്കെ കണ്ടിട്ട് ശരിക്കും ഞെട്ടിട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടോ. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ശരിക്കും വേർത്തായിട്ടുള്ളൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഈ സീഗോട്ട് ബാണസുര. ഒരുപാട് വെറൈറ്റി ഫുഡും നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ ചായ, കോഫി, മിൽക്ക്, അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മുടെ പ്ലേറ്റിലാണ് എടുത്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല അടിപൊളി കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഡാമിൻ്റെ വ്യൂ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു രാവിലെ തണുപ്പത്ത് ഇങ്ങനെ. ഇവിടെ ഫുഡും അടിപൊളിയാണ്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ തിരിച്ചിറങ്ങാൻ നേരത്ത് നമ്മുടെ വയനാട്ടിലുള്ള മേപ്പാടി വൈത്തിരിയുള്ള വിൽട്ടൺ ഹോട്ടലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സത്യം പറയല്ലോ, ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ. ഫുഡെല്ലാം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി, അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ചമ്മന്തിക്ക് ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ബിരിയാണി അത്യാവശ്യം 200 റേറ്റിൻ്റെ മുകളിലുണ്ട്, പക്ഷേ ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഊണും സദ്യയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലൊന്ന് കയറി കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ അടിവാർത്ത് വെച്ചാൽ നോളജ് സിറ്റിയുടെ ബോർഡ് കാണും കേട്ടോ. അപ്പോൾ നോളജ് സിറ്റിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഒരു വട്ടം വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഏറ്റവും വലിയ പള്ളി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഒന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടൽസ്, ഹോസ്പിറ്റൽ, ലോ കോളേജ്, അതുപോലെ ഒരുപാട് സ്കൂൾസ് എല്ലാം ഉണ്ട് കേട്ടോ.